യത്തഖിദൂനൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ. മുനാഫിഖീകൾ മുഅ്മിനീകളെ സഹവർത്തികളാക്കൂല, സഹായികളാക്കൂല. അവരുടെ ആരെയാക്കുക? അവിശ്വാസികളെ ആക്കും. അതേ അല്ലദീന യത്തഖിദൂനൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ. മുഅ്മിനീകളെ സഹായികളാക്കൂല, പിന്നെയോ അവിശ്വാസികളെ സഹായികളായി സ്വീകരിക്കും. അങ്ങനെയുള്ള കക്ഷികൾ മുനാഫിഖീങ്ങളാണ്. അവർക്ക് കടുത്ത ശിക്ഷ കൊണ്ട് മുന്നറിയിപ്പ് നൽകൂ നബിയേ. ഇപ്പൊ മുനാഫിഖുകളുടെ ലക്ഷണമാണ് അള്ളാഹു ബഹുമാനിച്ചവരെ സഹായത്തിന് വിളിക്കാതിരിക്കൽ, സഹായത്തിന് അംഗീകരിക്കാതിരിക്കൽ. ഇനി സഹോദരന്മാരെ, മുസ്ലിമീങ്ങളെ മുഅ്മിനീങ്ങളെ മുത്തഖീങ്ങളുടെ ബഹുമാനം നിങ്ങൾക്ക് കേൾക്കണോ? അവരെ വിളിക്കണമെന്നുണ്ടോ? ഒരു പേര് പറഞ്ഞാൽ തന്നെ സഹായം കിട്ടുമെന്നല്ലേ ബുഖാരിയിലെ ഹദീസ് അല്ലേ? കെട്ടിലേതെങ്കിലും യതീ സമാനും, ഒരു കാലം വരും യഗ്സൂ ഫിആമുൻ മിനൻ നാസി, ജനങ്ങളിൽ നിന്നൊരു കൂട്ടരതാ യുദ്ധം ചെയ്യാൻ പോകും. നല്ല ആളുകൾ യുദ്ധം ചെയ്യും, ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യും. ഫയുഖാലു, ആ യുദ്ധത്തിന് മുമ്പ് പറയപ്പെടും, ചോദിക്കപ്പെടും, ഫീകും മൻ സഹിബൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ സഹാബികൾ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിക്കപ്പെടും. ഫയുഖാലു നഅം, ഉണ്ട് എന്ന് മറുപടി കിട്ടുന്നു. എന്താ ഇത്? സഹാബികളുണ്ടോ എന്നൊരു ചോദ്യം, ഉണ്ട് എന്ന് മറുപടി. ഫയുഫ്തഹു അലൈഹി, അവർക്ക് ആ യുദ്ധത്തിൽ വിജയം. കണ്ടോ? മുഅ്മിനീങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഉണ്ട് എന്ന് മറുപടി കിട്ടി. അവരുമായുള്ള സഹവാസം കൊണ്ട് തന്നെ വിജയം. മുഅ്മിനീങ്ങളെ പവറാൻ അതുകൊണ്ടുള്ള വിജയം കൊടുക്കുന്നു. പിന്നീട് സഹാബത്തിനോട് സഹവസിച്ചവരുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു കാലം, താബീഈകളുള്ള കാലം, അവരെ സഹവാസം കൊണ്ട് വിജയം. അതിനുശേഷം താബീങ്ങളുടെ കാലം, അവരെ സഹവാസം കൊണ്ടും അവരുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്ന് മറുപടി കിട്ടിയാൽ വിജയം. ബുഖാരിയിലെ 2897 നമ്പർ ഹദീസ്. ഇനി സഹോദരന്മാരെ, അവിടെ ഇമാമികൾ എന്താ പറഞ്ഞത്? എന്നഹു യുഫ്തഹു ലിസ്സഹാബത്തി ലിഫദ്ലിഹിം, സഹാബത്തിന്റെ ബഹുമാനം മുഖേന വിജയം കിട്ടും. സുമ്മ ലിത്താബിഈന ലിഫദ്ലിഹിം, താബീങ്ങളെ ബഹുമാനം മുഖേന വിജയം കിട്ടും. അപ്പൊ അല്ലാഹു തആല ബഹുമാനമുള്ളവർ മുഖേന വിജയം കൊടുക്കുന്നു. ഇനി നിങ്ങൾ കണ്ടോ സഹോദര, ഇതുകൊണ്ടാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാത്ത വയുതൂന സകാത്ത വഹും റാകിഊൻ. ആരാ സഹായികളും? അല്ലാഹു പറയാൻ. അതാ ഞാൻ പറഞ്ഞിട്ട് അർത്ഥം തെറ്റിപ്പോണ്ട. ഈ ആയത്തിന്റെ അർത്ഥം ഞാൻ അൽമനാർ നോക്കി വായിക്കാം, മുജാഹിദിന്റെ മുഖപത്രം നോക്കി വായിക്കാം. കേട്ടോളൂ. തീർച്ചയായും നിങ്ങളുടെ സഹായിയും സംരക്ഷകനും അല്ലാഹും അവന്റെ ദൂതനും വിശ്വാസികളുമാകുന്നു. ആരൊക്കെയാ സഹായി? അള്ളയും സംരക്ഷകൻ ആരൊക്കെയാണ്? അൽമനാറിനുള്ള അർത്ഥാണ്. അൽമനാറ് നോട്ട് ചെയ്തു വെച്ചോ, 1956 ജൂലൈ. എന്താ അർത്ഥം വെച്ചത് കേട്ടോ? തീർച്ചയായും നിങ്ങളുടെ സഹായിയും സംരക്ഷകനും അല്ലാഹുവും അവന്റെ ദൂതനും വിശ്വാസികളുമാകുന്നു. അവര് ഭക്തിപൂർവ്വം നമസ്കാരം നിലനിർത്തുകയും സകാത്ത് നൽകുകയും ചെയ്യുന്നു. ഇനി കേട്ടോ സഹോദരന്മാരെ, അതാ അൽമനാറിൽ തന്നെയുള്ള ബാക്കി ആയത്തിന്റെ അർത്ഥം, വമൻ യതവല്ലല്ലാഹ വറസൂലഹു വല്ലദീന ആമനൂ ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ. ആർ അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും വിശ്വാസികളെയും സംരക്ഷകരായി വരിച്ചുവോ, അവർ അല്ലാഹുവിന്റെ കക്ഷിയായിത്തീരുന്നു. തീർച്ചയായും അല്ലാഹുവിന്റെ കക്ഷി വിജയിക്കുന്നവർ തന്നെയാകുന്നു. അൽമനാറിൽ അർത്ഥം. ഞാൻ അർത്ഥം വച്ചിട്ട് തെറ്റിപ്പോണ്ട. എന്താ പറഞ്ഞത്? അല്ലാഹുവിനെയും റസൂലിനെയും മുഅ്മിനീങ്ങളെയും സംരക്ഷകരായി വിശ്വസിച്ചാൽ, അംഗീകരിച്ചാൽ അവർ വിജയികളാണ്, അല്ലാഹുവിന്റെ കക്ഷിയാണ്. 1956 ജൂലൈയിൽ അൽമനാറിൽ പറഞ്ഞ അർത്ഥം ഞാൻ ആ സമയത്ത് തെറ്റുണ്ടാവും. അപ്പൊ ഖുർആനാ പഠിപ്പിക്കുന്നത് ഇത് തന്നെയാ സഹോദര. ഖുർആനിൽ മറ്റൊരായത്തിൽ എന്ന് പറയുന്നു, ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. കേട്ടോ സഹോദരന്മാരെ, അതിന്റെയും അർത്ഥം ഞാൻ പറഞ്ഞിട്ട് തെറ്റിപ്പോണ്ട. എന്ന് പ്രസിദ്ധീകരിക്കുന്ന അമാനി മൗലവിന്റെ പരിഭാഷ നോക്കി വായിക്കുക കേട്ടോ. ആർ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നുവോ അക്കൂട്ടർ യാതൊരുവരുടെ മേൽ അല്ലാഹു അനുഗ്രഹം ചെയ്തിരിക്കുന്നുവോ അവരോടുകൂടെയായിരിക്കും. അതേ നബിമാരും സിദ്ദീഖുകളും ശഹീദുകളും സാലിഹീങ്ങളുമാകുന്ന അനുഗ്രഹീതരുടെ കൂടെ. അടുത്ത വചനം കേട്ടോ, അക്കൂട്ടർ വളരെ നല്ല സുഹൃത്തുക്കളും. നബിമാരും
സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സാലിഹീങ്ങളും നല്ല സുഹൃത്തുക്കളിൽ. അതാണ് വഹസന ഉലൈക റഫീഖ. സുഹൃത്തുക്കൾ എന്താ ചെയ്യാ? മറ്റേ സുഹൃത്തിനെ സഹായിക്കും. അല്ലാത്തവന്റെ സുഹൃത്താ? സുഹൃത്ത് എന്ന് പറഞ്ഞാൽ തന്നെ സഹായിക്കുന്ന ആളല്ലേ? അതുകൊണ്ടാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, വഇന്നമാ യുത്തഫഖൂന ബിഹിം ഇദാ നാലൂ മിൻഹും റിഫ്ഖൻ വഖൈറാ. അമ്പിയാക്കളിലും ശോതാക്കളിലും സിദ്ദീഖുകളിലും സാലിഹീകളിൽ നിന്നും ഖൈറായ സംഗതികൾ കിട്ടുന്നു എന്നതാണ് അവരാ സുഹൃത്തുക്കളാണെന്ന് പറയുന്നതിനർത്ഥം. ആ മഹാന്മാരെ കൊണ്ട് സൗഹൃദം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് നന്മയും ഉപകാരവും ലഭിക്കുകയാണ്. റാസി 10:140, ഖുർത്തുബി 5:175, ഇബ്നു കസീർ 1:522, തബരി 4:162. എല്ലാ തഫ്സീറിലും ഇല്ലേ ഇക്കാര്യം. അപ്പൊ ശുഹദാക്കളിൽ നിന്ന് നമുക്ക് സഹായം കിട്ടും, അമ്പിയാക്കളിൽ കിട്ടും, സാലിഹീകളിൽ കിട്ടുമെന്ന് ഖുർആനാ പഠിപ്പിക്കുന്നത്. ഇനി അല്ലാഹു പറയുന്നു നിങ്ങളൊക്കെ സഹായിക്കണം. അതാ വതആവനു അലൽ ബിർരി വത്തഖ്വാ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ഇനി നിങ്ങൾ നോക്കൂ, കഴിഞ്ഞുപോയ അമ്പിയാക്കളെ സഹായിക്കൂന്ന് ഖുർആനിൽ അല്ലാഹു പറയും. എവിടെ? കേട്ടോളൂ. ഇൻ തതൂബാ ഇലല്ലാഹി ഫഖദ് സഗത് ഖുലൂബുകുമാ വഇൻ തളാഹറാ അലൈഹി ഫഇന്നല്ലാഹ ഹുവ മൗലാഹു വജിബ്രീലു വസാലിഹുൽ മുഅ്മിനീൻ വൽ മലായികതു ബഅദ ദാലിക ദഹീർ. മുജാഹിദിന്റെ പരിഭാഷയിലുള്ള അർത്ഥമാ വായിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തിനെതിരെ പരസ്പരം പിന്തുണ നൽകുകയാണെങ്കിലോ എന്നാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളണം, തീർച്ചയായും അല്ലാഹു അത്രേ അദ്ദേഹത്തിന്റെ സഹായി, ജിബ്രീലും നല്ല വിശ്വാസികളും അദ്ദേഹത്തിന്റെ സഹായികളാണ്, പുറമേ മലക്കുകളും സഹായികളാണ്. അപ്പൊ റസൂലുള്ളാഹിനെ സഹായിക്കാൻ മലക്കുകളുണ്ട്, റസൂലുള്ളാഹിനെ സഹായിക്കാൻ നല്ല വിശ്വാസികളുണ്ട്. ഈ നല്ല വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? സഹാബത്തിൽ തഫ്സീർ പഠിച്ച ഖതാദ റളിയല്ലാഹു അൻഹു, സുഫിയാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാരൊക്കെ ഇതിന് തഫ്സീർ പറയുന്നു, ഹുമുൽ അംബിയാ. റസൂലുള്ളാഹിനെ സഹായിക്കുമെന്ന് പറഞ്ഞത് വഫാത്തായി പോയ അമ്പിയാക്കളാണ്. അമ്പിയാക്കളെ സഹായിക്കുമെന്ന് ഖുർആനിലുള്ള പറയാണ്. തഫ്സീർ തബരി 14:163 നോക്കിക്കോ. സുയൂത്ത് ഇമാമിന്റെ ദുർറുൽ മൻസൂർ 6:269 നോക്കിക്കോ. ഇനി സഹോദരന്മാരെ, തഫ്സീർ മുഖേന ഞാൻ ഓരോന്നിനും അർത്ഥം പറയുന്നത്. ഇനി നിങ്ങൾ കേട്ടോ, അതാ സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലാഹുവോട് ധാരാളം ദുആ ചെയ്ത മഹാനാണ്. ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം മഹാനവറുകളുടെ കൊട്ടാരത്തിലെത്തണം. അപ്പോഴതാ സൃഷ്ടികളോട് സഹായം ചോദിക്കുന്നു. സൃഷ്ടികളോട് സഹായം ചോദിച്ചുകൂടാൻ ആര് പറഞ്ഞു? ഒരു നബിയും പറഞ്ഞിട്ടില്ല. സുലൈമാൻ നബി ചോദിക്കുകയാണ്, യാ അയ്യുഹൽ മലൗ അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ. സഹോദരന്മാരെ, സാധാരണ കഴിവുകൊണ്ട് ആ ബിൽഖീസ് രാജ്ഞി എത്തുന്നതിന് മുമ്പ് ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ ഒരുപാട് പൂട്ടിട്ട് വെച്ചിരിക്കുന്ന വലിയ സിംഹാസനം സാധാരണ മനുഷ്യ കഴിവ് കൊണ്ടെത്തിക്കാൻ കഴിയില്ല. അതാ ചോദിക്കുന്നത്, ആരെത്തിച്ചു തരും? അപ്പോഴാണ് ജിന്നുകളിൽ നിന്നൊരു വലിയ ജിന്ന് പറഞ്ഞു, മണിക്കൂറുകൾ കൊണ്ട് നിങ്ങൾ ജഡ്ജ്മെന്റിന് വേണ്ടി കോടതിയിൽ കയറി ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ എത്തിച്ചു തരാം. അപ്പോഴല്ലേ ഒരു മഹാന്റെ മറുപടി. മൊയ്ജിദത്തും കറാമത്തും എന്ന് പറയുന്നത് അത് മഹാന്മാർക്ക് അല്ലാഹു കൊടുക്കുന്ന പവറല്ലേ, കഴിവല്ലേ. അതുകൊണ്ട് തന്നെ അത് കഴിവല്ലെന്ന് മൗലവിമാര് പറയണ്ട, കഴിവാണെന്ന് ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ട്, എല്ലാരും പറഞ്ഞിട്ടുണ്ട്, ഖുർത്തുബിയിലുണ്ട്, റാസിയിലുണ്ട്, എല്ലാരും പറഞ്ഞിട്ടുണ്ട്. ആ മഹാന്മാർക്ക് അല്ലാഹു കൊടുക്കുന്ന കഴിവ്, ആ കഴിവ് അല്ലാഹു കൊടുക്കുന്നതാണ്. അല്ലാഹു ഉദ്ദേശിക്കുമ്പോഴേ അവർ ഉദ്ദേശിക്കൂ, അല്ലാഹു ഓർഡർ ചെയ്താലേ കിട്ടൂ. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോഴാ ഒരു മഹാൻ പറയുന്നത്, കിതാബ്, ഖുർആനിൽ അല്ലാഹു പറയുന്നു, കിതാബിൽ ഇൽമുള്ള ഒരു മഹാപണ്ഡിതൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? മുജാഹിദീങ്ങൾ പറയും പോലെ എപ്പോഴെങ്കിലും കറാമത്ത് എനിക്ക് ഉണ്ടാവും, പക്ഷെ ഞാൻ വിചാരിക്കുമ്പോൾ ഉണ്ടാവില്ല എന്നാ, ഞാൻ ഉദ്ദേശിച്ചാൽ നടക്കൂലെന്നാ അല്ല എന്ന് പറഞ്ഞെന്താണ്? സുലൈമാൻ നബിയെ നിങ്ങളെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ എത്തിച്ചു തരും. ഇത് ഇത്ര ധൈര്യത്തിൽ പറയാന് കറാമത്തും വജീഹത്തൊക്കെ വേണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ അല്ലാഹു കൊടുക്കൂ. ആ ഉദ്ദേശിക്കണമെങ്കിൽ അല്ലാഹു ഉദ്ദേശിച്ചാലേ ഉദ്ദേശിക്കുള്ളൂ. എന്ന് പറയാ ഉദ്ദേശിക്കൽ അല്ലാഹു ഉദ്ദേശിച്ചാലേ ഉദ്ദേശിക്കുള്ളൂ, ഉദ്ദേശിച്ചാലോ അല്ലാഹു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ
അതുകൊണ്ട് ഞാൻ മൂപ്പര് പറഞ്ഞു ഞാൻ എത്തിച്ചു ഒരൊറ്റ സെക്കൻഡ് ഉണ്ട് ധൈര്യത്തിലേക്ക് പറഞ്ഞതാ. മൗലവിമാര് പറയുന്ന പോലെയാണെങ്കിൽ എന്താ പറഞ്ഞോ, കറാമത്തും വിജയത്തൊക്കെ എനിക്ക് ഉണ്ടാവും, ഞാനൊന്ന് ഹരിജ് കൊടുക്കട്ടെ, ഒരു മാസം കഴിഞ്ഞിട്ട് നോക്കാം. അങ്ങനല്ല പറഞ്ഞു. അനാതീകബിഹി, ആ സിംഹാസനം ഞാനങ്ങ് കൊണ്ടെത്തരും. കബലായിരത്തന്തയിലേക്ക് തുറഫുക, നിങ്ങളെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഞാനങ്ങ് കൊണ്ടെത്തരും. കണ്ടോ, അറിഞ്ഞു തീരുമ്പോഴേക്ക് സെക്കൻഡ് കൊണ്ടെത്തിപ്പോയി, സിംഹാസനമെത്തിപ്പോയി. ഖുർആൻ പറയുന്നു. ഇപ്പൊ കണ്ടോ, സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ചില്ലേ